നമ്മുടെ ക്ലിനിക്കിൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറിയാണ്. അപ്പോൾ പാസ്റ്റ് 1 ഇയർ ഒരു ജേണി ഇപ്പോൾ ഞാനൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് ഒട്ടും തന്നെ ഈസി ആയിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഏതൊരു സ്ഥാപനമായാലും പെട്ടെന്ന് തുടങ്ങുന്നു, അതിലൊരു ബോർഡ് വെക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ആരും അങ്ങോട്ട് ഓടി ചെല്ലത്തില്ല. ആളുകൾക്ക് അതിനെക്കുറിച്ചൊരു അവയർനെസ് വേണം. അവിടെ പ്രോപ്പറായിട്ടാണോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, പിന്നെ അതിൻ്റെ അവിടുത്തെ റേറ്റ്സ് അഫോർഡബിൾ ആണോ, സേഫ് ആണോ, അവിടെ എങ്ങനെയൊക്കെയാണ്, അങ്ങനെയുള്ളതൊക്കെ ഒത്തിരി ഡൗട്ട്സ് ഉണ്ടാവും. ഇതിനെയൊക്കെ ഓവർകം ചെയ്തിട്ടേ നമുക്ക് ബിസിനസ് പിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനീഷ്യൽ ഡേയ്സ് ഓഫ് ജേർണിയിൽ ഒരു ബിസിനസ്സിൻ്റെ അതിൽ ഒത്തിരി അപ്സ് ഉണ്ടാവും, ഡൗൺസ് ഉണ്ടാവും. നമ്മൾ വിചാരിക്കാത്ത രീതിയിലത്തെ ചാലഞ്ചസ് ഡെയിലി നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. പിന്നെ അതിൽ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാഫാണ് കേട്ടോ. നമ്മുടെ ക്രൂഷ്യലായിട്ടുള്ള ബാഡ് ഡേയ്സിലും ഡൗൺസിലൊക്കെ നമ്മളെ ട്രസ്റ്റ് ചെയ്ത് നിൽക്കുന്ന സ്റ്റാഫ്. കസ്റ്റമേഴ്സിനുള്ള പോലെ തന്നെ ട്രസ്റ്റ് ഇഷ്യൂ സ്റ്റാഫിനും ഉണ്ടാവും. നമുക്കായാലും കാണുമല്ലോ, അവിടെ പ്രോപ്പറായിട്ട് സാലറി കിട്ടുമോ, എങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അവിടെ വർക്കിംഗ് എൻവയോൺമെൻറ്റ് എങ്ങനെയായിരിക്കും, അവിടെ സേഫ് ആണോ, അങ്ങനത്തെ ഒക്കെ ഡൗട്ട്സൊക്കെ എൻ്റെ സ്റ്റാഫിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാവണം. ബട്ട് അതിനെയൊക്കെ ഓവർകം ചെയ്തിട്ട് നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന സ്റ്റാഫ്, അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. വർഷങ്ങളായിട്ട് ബിസിനസ് ചെയ്ത എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല. ബട്ട് ഈ കഴിഞ്ഞ 1 ഇയർ എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾക്ക് ആദ്യം വേണ്ടത് നമ്മളിൽ തന്നെയുള്ള വിശ്വാസമാണ്. നല്ല മറ്റുള്ളവർ നമ്മളെ വിശ്വസിക്കുള്ളൂ. നെക്സ്റ്റ് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി. നമ്മൾ ഡെയിലി എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കണം. എന്തൊക്കെ സംഭവിച്ചാലും ബിസിനസ് കറക്റ്റായിട്ട് തന്നെ മുന്നോട്ട് പോകണം. നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലംസും ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല. ഇതൊക്കെയാണ് ഞാൻ 1 ഇയർ കൊണ്ട് പഠിച്ച പാഠം. ഇപ്പോൾ ആനിവേഴ്സറി ആയതുകൊണ്ട് രാവിലെ തന്നെ ഒരു ചെറിയ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ ദിവസം ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വരുന്ന എല്ലാവർക്കും ഒരു ചെറിയ ഗിഫ്റ്റ്. ഈ ഒരു വെഞ്ചറിൽ, ഈ ഒരു ജേർണിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അതിപ്പോൾ ഫിനാൻഷ്യലി ആയാലും ഇമോഷണലി ആയാലും ചില ഡിസിഷൻ മേക്കിങ്ങിലായാലും. അപ്പോൾ അവരോടൊക്കെയുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. ഈക്വലി താങ്ക്ഫുള്ളാണ് ഞാൻ നമ്മളെ സപ്പോർട്ട് ചെയ്ത നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത്. കാരണം ഒരു പുതിയ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഒത്തിരിയും കോമ്പറ്റീഷനുള്ള ഒരു ഫീൽഡ് തന്നെയാണ്. അങ്ങനെയുള്ള ടൈമിൽ നമ്മളെ ചൂസ് ചെയ്യൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഇതുവരെയുള്ള ഞങ്ങളുടെ ജേർണിയിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു.